SSLCയുടെ മോഡൽ ചോദ്യപേപ്പർ അടിച്ചിറക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഖജനാവിൽ പണമില്ല. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും 10 രൂപ വെച്ച് സംഭാവന ചെയ്യണം. ഇതാണ് പുതിയ സർക്കുലർ. സംഭാവന എന്നുള്ള വാക്ക് ബോധപൂർവം ഉപയോഗിച്ചത് തന്നെയാണ്. അടുത്ത മാസം 19-ാം തീയതിയാണ് മോഡൽ പരീക്ഷ തുടങ്ങാനിരിക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ വിദ്യാർത്ഥികൾ ഈ ഫീസ് അടച്ചിരിക്കണം. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സർക്കാരിൻ്റെ ഈ സർക്കുലറിന് എതിരെ വരുന്നത്. KSUവിൻ്റെ ഭാഗത്തു നിന്നും വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു പ്രതീകാത്മക സമരം, ഒരു പ്രതീകാത്മക പിച്ചെടുപ്പ്, ഭിക്ഷയെടുപ്പ് രീതിയെല്ലാം തന്നെ KSUവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചിട്ടുമുണ്ട്. വലിയ തരത്തിൽ തന്നെയാണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഈ ഒരു സർക്കുലറിന് എതിരെ പ്രതിഷേധിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. സർക്കാർ പലപ്പോഴായി പറയുന്നുണ്ട് സർക്കാരിൻ്റെ ഖജനാവിൽ പണമില്ല എന്നുള്ളത്. സർക്കാരിൻ്റെ ഖജനാവിൽ പണമില്ല എന്നുള്ളത് സർക്കാരിൻ്റെ ഓരോ പൊതുമേഖലാ സ്ഥാപനത്തിലെയും അവസ്ഥ കാണിച്ചുകൊണ്ട് സർക്കാർ വിവരിക്കുന്നുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കാര്യമാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് കുട്ടികളുടെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു വിവാദം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ചില പ്രവൃത്തികളെല്ലാം കാണിക്കുന്നത് അത്ര കണ്ട് സർക്കാരിൻ്റെ ഖജനാവിൽ പണമില്ല എന്നുള്ളതാണ്. സർക്കാർ ഇതിന് വ്യക്തമായ കാരണവും പറയുന്നുണ്ട്, കേന്ദ്രം പണം നൽകുന്നില്ല എന്ന്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം സർക്കാർ പണമില്ല എന്ന് പറയുന്ന സമയത്തും സർക്കാർ വിമർശിക്കപ്പെടണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പാകപ്പിഴവുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. കാരണം സർക്കാർ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരളീയം പോലെ ഒരു വലിയ പരിപാടി നടത്തിയത്. അത് കേരളത്തിൻ്റെ വികസനത്തെ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ പരിപാടി നടത്തിയത് എന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. സാമ്പത്തിക പ്രതിസന്ധി അത്രയും രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഈ പരിപാടി നടത്തിയത് കേരളത്തിൻ്റെ ടൂറിസം മേഖലയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിൽ അതുകൊണ്ട് 1 രൂപയുടെയെങ്കിലും നേട്ടമുണ്ടാകേണ്ടേ? എത്ര രൂപയുടെ നേട്ടം സർക്കാരിന് ഈ പരിപാടി കൊണ്ട് ഉണ്ടായിട്ടുണ്ട്? ഇനി നേട്ടമുണ്ടായിട്ടില്ല എങ്കിൽ ആ പരിപാടി മൂലം സർക്കാരിന് ഉണ്ടായ നഷ്ടങ്ങളുടെ കണക്കെങ്കിലും സർക്കാർ തുറന്നു പറയണ്ടേ? അത് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതിനുമപ്പുറത്തേക്ക് നവകേരള സദസ് യാത്ര എന്നൊരു വലിയൊരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. 140ഓളം മണ്ഡലങ്ങളിലേക്ക് എല്ലാ മന്ത്രിമാരും കൂടി ഒരു ബസ് യാത്ര. വീണ്ടും ആവർത്തിക്കുന്നു, സർക്കാർ ഖജനാവിൽ അത്രയും പണമില്ലാത്ത സാഹചര്യത്തിൽ, സർക്കാർ ഖജനാവ് ഇത്രയും മാറാല പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനായിരുന്നു ഇത്രയും ഒരു ധൂർത്ത് എന്നായിരുന്നു ആ സമയത്തും ഉയർന്നു വന്ന ചോദ്യം. പ്രതിപക്ഷം പലപ്പോഴുമായി ആവർത്തിച്ചതാണ്, കേരളം ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇത്ര വലിയ ഒരു യാത്രയുടെ ആവശ്യമെന്ന്. അപ്പോൾ സർക്കാർ പറഞ്ഞത് സർക്കാർ ചെയ്ത വികസനങ്ങൾ ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണെന്ന്. എത്ര പരിതാപകരമാണ് ആ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സർക്കാരിന് തങ്ങൾ ചെയ്ത വികസനവും തങ്ങൾ കൊയ്ത നേട്ടവും ജനങ്ങളെ അറിയിക്കണമെങ്കിൽ അവരുടെ പടിക്കൽ ചെന്ന് പറയേണ്ട അവസ്ഥ എന്ന് പറയുന്നത് എന്തുമാത്രം ശോചനീയമാണ്. യഥാർത്ഥത്തിൽ ഒരു സർക്കാർ കൃത്യമായി വികസനം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ കടമ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ ജനങ്ങളും അവരുടെ വീട്ടിലിരുന്ന് അറിയുക തന്നെ ചെയ്യും. അങ്ങനെ വീട്ടിലിരുന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ കഴിവുകേട് തന്നെയാണ്. ആ കഴിവുകേട് മറച്ചു വെക്കാനും ആ കഴിവുകേടിന് മുന്നിൽ പൊടിയിടാനും വേണ്ടി സർക്കാർ നടത്തിയ വലിയൊരു ആഡംബര യാത്ര തന്നെയായിരുന്നു നവകേരള സദസ് യാത്ര. എന്നിട്ടോ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ? അതെല്ലാം പോട്ടെ, നേട്ടത്തെ മാറ്റി നിർത്താം. എന്തായാലും മാസങ്ങളല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴും അതിൻ്റെ നഷ്ടങ്ങൾ എന്തോരം ഉണ്ടായിരുന്നു? എത്ര രൂപ ചെലവായി? 2023 നവംബർ 23-ാം തീയതി നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിച്ച ശേഷം നവകേരള സദസ്സ് ആരംഭിച്ച ജില്ലയായ കാസർഗോഡത്തെ കണക്ക് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ, അതായത് വിവരാവകാശ പ്രകാരം അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി എന്ന് പറയുന്നത് ആ വിവരങ്ങൾ പുറത്തു പറയാനായിട്ട് ആകില്ല എന്നാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് പണം കണ്ടെത്തിയിരുന്നത് എന്നുള്ളതായിരുന്നു ഒരു വാദം. പക്ഷേ എത്ര രൂപ ചെലവായി എന്നുള്ള കണക്കുകൾ ലഭ്യമാക്കാൻ സാധിക്കില്ല, ലഭ്യമല്ല എന്നുള്ളതായിരുന്നു വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടി എന്ന് പറയുന്നത്. അതുതന്നെയാണ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെയും അവസ്ഥ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ കാണിച്ച ധൂർത്തിനും ആർഭാടത്തിനും ഒന്നും തന്നെ കണക്കുകൾ നിലവിലില്ല. പക്ഷേ സർക്കാർ വീണ്ടും തെരുവിലിറങ്ങി നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, സർക്കാർ ഖജനാവ് ഇപ്പോഴും മാറാല പിടിച്ചു കിടക്കുകയാണ്, ഖജനാവിൽ ഒന്നും തന്നെ ഇല്ല എന്ന്. മാത്രമല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ചും കേരളം, അതിൻ്റെ ഏറ്റവും ഗതികെട്ട അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വിദ്യാർത്ഥികളിൽ നിന്നുമാണ് ചോദ്യപേപ്പർ അച്ചടിക്കാൻ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിരിവിന് വേണ്ടി സർക്കാർ ഇറങ്ങുന്നത്. അതായത് പ്രത്യേകിച്ചും ഇവിടുത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുട്ടികളാണ്. അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികളിൽ നിന്നും 10 രൂപ വെച്ച് പിരിച്ചുകൊണ്ട് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്?
ഇനി എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാലും സംസ്ഥാന സർക്കാരിന് ആകെയുള്ള മറുപടി കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് ലഭിക്കാനുള്ള 63,000 കോടി രൂപയുടെ കണക്ക് മാത്രമാണ്. പക്ഷേ അപ്പോഴും കേരളം മനഃപൂർവ്വം മറന്നു പോകുന്ന ചില കണക്കുകളുണ്ട്. അതായത് സ്വന്തം കാര്യത്തിന് ചെലവുകൾ കണ്ടെത്താനായിട്ട് സംസ്ഥാനത്തിന് സാധിക്കുന്നുണ്ട്. അതേസമയം പക്ഷേ ചില പൊതുമേഖലാ കാര്യങ്ങളിൽ സർക്കാർ അത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വാർത്തയ്ക്ക് സമാന്തരമായി തന്നെ മറ്റൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. ഒരു നോട്ടത്തിൽ നോക്കിയാൽ കേരളത്തിന്റെ ബൃഹത്തായ നേട്ടം എന്ന് പറയാം. പക്ഷേ അതേസമയം തന്നെ എങ്ങനെ സർക്കാർ ഇതിനുള്ള വരുമാനവും കണ്ടെത്തും എന്നുള്ള ചോദ്യം, സ്വാഭാവികമായൊരു ചോദ്യം അവിടെയും ഉണ്ടാകും. പുതിയ വാർത്ത ഇതാണ്. നവംബർ 1 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകും. ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗമെല്ലാം ചേർന്നിട്ടുണ്ട്. പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയും രൂപീകരിക്കാനാണ് നീക്കം. വിവരശേഖരണം, പരിശീലനം, മൂല്യനിർണ്ണയം, മൊബൈൽ ആപ്ലിക്കേഷനും വെബ് പോർട്ടലും വികസിപ്പിക്കൽ എന്നിവയ്ക്ക് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. NCC, NSS, സാമൂഹ്യ സന്നദ്ധ സേന, കുടുംബശ്രീ, യുവജനക്ഷേമ ബോർഡ് വളണ്ടിയർമാരുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തവും ഉറപ്പാക്കുന്നുണ്ട്. 2024 ഫെബ്രുവരി 1 മുതൽ 7 വരെ സംസ്ഥാന വ്യാപകമായി വിവരശേഖരണം നടത്തും. ഏപ്രിൽ 1 മുതൽ ജൂലൈ 31 വരെ പഠിതാക്കൾക്ക് പരിശീലനവും നൽകും. സിലബസ് തയ്യാറാക്കി കഴിഞ്ഞു. ആഗസ്റ്റ് മാസം പരിശീലനം ലഭിച്ച പഠിതാക്കളുടെ മൂല്യനിർണ്ണയം നടക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, നിയോജക മണ്ഡലം, ജില്ല എന്നീ തലങ്ങളിലെ പൂർത്തീകരണ പ്രഖ്യാപനം ഒക്ടോബർ മാസം നടക്കും. സംസ്ഥാന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയുള്ള പ്രഖ്യാപനം നവംബർ 1 നടത്തും. ഇവിടെ നോക്കൂ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പദ്ധതികൾക്കും ആശയങ്ങൾക്കും യാതൊരു കുറവുമില്ല. കേരളയിൽ വരും കേട്ടോ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വാർത്തയും അല്ലെങ്കിൽ ഈ പദ്ധതിയും എല്ലാം നടക്കും കേട്ടോ എന്നും മുഖ്യമന്ത്രി പറയും. പക്ഷേ ഫണ്ട് എവിടെ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കളയും. പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതേസമയം നിലവിലുള്ള സമ്പ്രദായങ്ങളെ നിലനിർത്തി തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണം പോലും ആദ്യം വിലക്കിയ ശേഷം ഇപ്പോഴിതാ പരീക്ഷ എഴുതാനുള്ള അവസരം കൂടിയാണ് സർക്കാർ ഇല്ലാതാക്കാൻ പോകുന്നത്. സപ്ലൈകോയെയും KSRTCയെയും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും എല്ലാം മാറ്റി നിർത്താം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ, അതും SSLC പോലുള്ള പ്രാഥമിക പരീക്ഷയെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്നത് അത്ര ശരിയല്ല. എന്തായാലും സർക്കാരിന്റെ സർക്കുലറിനെതിരെ വ്യാപകമായ പ്രതിഷേധം തന്നെ ഉയരുകയാണ്. ഇതേ സാഹചര്യത്തിൽ ഇതേ വാർത്ത പങ്കുവയ്ക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഇടയിൽ നിന്നും അത്രയും വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. സർക്കാരിനോടുള്ള ജനങ്ങളുടെ അഭ്യർത്ഥനയിൽ ഒന്ന് പറയാം: പിരിവിനിറങ്ങുന്ന സമയത്ത് ആ ബക്കറ്റെങ്കിലും സ്വന്തം ഖജനാവിൽ നിന്ന് പണം കൊടുത്തു വാങ്ങണം. ബാക്കിയുള്ള പണമെല്ലാം ജനങ്ങൾ തന്നോളും. രണ്ടാമത്തേത്, എന്തായാലും 10 രൂപ വാങ്ങുകയല്ലേ, പരീക്ഷ പേപ്പർ അച്ചടിക്കാനാണല്ലോ. വാങ്ങുന്ന കൂട്ടത്തിൽ 5 രൂപ കൂടി കൂടുതൽ വാങ്ങും. കാരണം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവർക്ക് മാർക്ക് ലിസ്റ്റ് നൽകേണ്ടി വരുമെന്ന്. എന്തൊരു അവസ്ഥയാണ്! ഇത്രയും കേട്ടിട്ടും അല്പം പോലും നാണം തോന്നുന്നില്ല എങ്കിൽ എന്തു പറയാനാണ്?